എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹണി റോസിൻ്റെ വിഷയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായിട്ട് ഏത് സ്ത്രീകൾക്കായാലും സ്ത്രീകൾക്ക് എതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇനി പഴയതുപോലെയുള്ള കർശനമായ നടപടി ഉണ്ടാവും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് കിടക്കുന്നത് കണ്ടതാണ് കേട്ടോ. ഇനി സ്ത്രീകൾക്ക് എതിരെ ആയിട്ടുള്ള എല്ലാ അക്രമങ്ങൾക്കും കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുമെന്നും, ഇനി ബാഡ് കമൻ്റ് ഇട്ടാലും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചാലും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹണി റോസ് നമ്മുടെ ബോച്ചയുടെ പേരിൽ ഒരു കേസ് കൊടുത്തപ്പോഴത്തേക്ക്, ഒരു കേസ് ഫയൽ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം അറസ്റ്റിലായി. ഇന്നും അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു കേസ് പൊന്തി വന്നിട്ടുണ്ട്. അത് ആരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു താരമാണ്. അവരും ചെറിയൊരു സെലിബ്രിറ്റി തന്നെയാണ്, ഒരു യൂട്യൂബറാണ്, മെമ്പർഷിപ്പ് ലൈവിൻ്റെ റാണിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ നിമിഷ ബിജു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ നിമിഷയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അത് പരാതി കൊടുത്തിട്ട് 25ഓളം ദിവസമായി എന്നാണ് നിമിഷ അവകാശപ്പെടുന്നത്. അതിൻ്റെ റിസീപ്റ്റും കാര്യങ്ങളും ഒക്കെ അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഇതുവരെയും അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിമിഷ ഇനി ഈ ഒരു കേസ്, അതായത് ഹണി റോസ് ജസ്റ്റ് ഒന്നൊരു പരാതി കൊടുത്തപ്പോൾ ഇത്രയും പെട്ടെന്ന് അതിനൊരു ആക്ഷനൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഓരോ സ്ത്രീകളും, ഇന്ത്യയിലെ ഓരോ സ്ത്രീകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നിമിഷ ബിജു രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിമിഷയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ പറയും. നിങ്ങൾ കേട്ടോളൂ. പ്രായമായ അമ്മയെ പറ്റി എന്റെ ഹസ്ബൻഡിനെ പറ്റിയൊക്കെ ഭയങ്കര വൃത്തിയുടെ രീതിക്കുള്ള കമന്റുകളാണ് എന്റെ കമന്റ് ബോക്സിലും ഞാൻ യൂട്യൂബിൽ ലൈവൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വരുമാനം പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്, ഒരു 5 വർഷമായിട്ട് ഞാൻ ഇത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 25 ദിവസം മുന്നേ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. രസീത് നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഞാൻ അവരെ വിളിക്കുമ്പോൾ ഇപ്പൊ വിളിക്കാം, നോക്കിയിട്ട് വിളിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. ഇത് നീതി കിട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ നമുക്കെ പോലീസ് സ്റ്റേഷൻ ഞാൻ അവിടെ പോയിരിക്കും. എനിക്കിത് നീതി കിട്ടാൻ ഞാൻ അവിടെ വരുന്നില്ല, ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ നിമിഷ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ പറയുമ്പോൾ ഞാൻ എല്ലാ വശവും പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നിമിഷയ്ക്ക് വരുന്ന ഈ ഒരു ബാഡ് കമൻറ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ നിമിഷ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിമിഷയുടെ വേഷവിധാനങ്ങൾ, അതിലിപ്പോൾ ഹണി റോസിൻ്റെ വേഷവിധാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിമിഷയുടെ വേഷത്തെ അത്ര വലിയ കുറ്റമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഹണി റോസ് ചെയ്യുന്നതിൻ്റെ അത്രയും മോശമായിട്ട് നിമിഷ വസ്ത്രം ധരിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ അവരുടെ പിന്നെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് ആരുടെയും ശരീരത്തെ തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും ഞാൻ ആളല്ല. അതിനോട്ടൊന്നും പോകാനും താല്പര്യമില്ല. ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നാനും താല്പര്യമില്ല തൽക്കാലം. അപ്പോൾ എന്ന് വെച്ചാൽ പറയേണ്ടതെന്ന് വെച്ചാൽ, രണ്ട് പേരും ഇവർ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നു, മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നു, ഷോർട്സ് വീഡിയോ ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു, അങ്ങനെ ഇവർ ഇത് ചെയ്യുന്നു. ഇവരുടെ ഒരു വരുമാന മാർഗമെന്ന് വെച്ചാൽ, ഇവരുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗമെന്ന് വെച്ചാൽ ഈ ലൈവും ഇവരുടെ ഈ യൂട്യൂബ് വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. ഇവരുടെ ഹസ്ബൻഡ് വേറെ ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നിനും പോകുന്നില്ല. അദ്ദേഹം വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ ഒരു വരുമാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും തോന്നാറുണ്ട് പലപ്പോഴും, ഇവരുടെയൊക്കെ വീഡിയോ എന്താ ഇങ്ങനെ എന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു ചിന്തയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്നത് കൊണ്ടാവണം ഇവർ ഇങ്ങനെ ആളുകളൊക്കെ എടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കൊടയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുക എന്ന് പലരും പറയും. അത് തന്നെ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടത്ര റീച്ച് കിട്ടില്ല.
ഈ കമൻറ്റ് ബോക്സിൻ്റെ കാര്യം അറിയാത്തവരോട് പറയുകയാണ്. പലരും പറയും അങ്ങനെയാണെങ്കിൽ കമൻ്റാണ് അവരുടെ പ്രശ്നമെങ്കിൽ അവർക്ക് കമൻ്റ് അടച്ചു വെച്ചൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചാനലിന് വേണ്ടത്ര റീച്ച് കിട്ടത്തില്ല. കമൻ്റ് എപ്പോഴും ഓണായിട്ടിരിക്കുന്നത് തന്നെയായിരിക്കും ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൈവസിയാണ്. മെമ്പർഷിപ്പ് ലൈവിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും അതിനെ അനുകൂലിച്ച് സംസാരിക്കില്ല. അത് നിമിഷയായാലും മറ്റാരായാലും. അപ്പോൾ അതിനൊന്നും ഞാൻ സൈഡ് നിൽക്കുന്നില്ല. പക്ഷേ ഇവരുടെയും വസ്ത്രവിധാനങ്ങൾ കുറച്ച് ഒരിതായിട്ട് നമ്മളെപ്പോലുള്ളവർക്ക് തോന്നും. പക്ഷേ എന്നാലും ഹണിറോസിൻ്റെ വസ്ത്രവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്നേ ഞാൻ പറയൂ. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ അതിനകത്ത് റീൽസ് ചെയ്യും, ഷോർട്സ് വീഡിയോകളിട്ടും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഒരു വരുമാന മാർഗ്ഗമെന്ന് വെച്ചാൽ അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും അവർ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അവർ കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ അവരെ പറയൂ. എന്തിനാണ് വെറുതെ അവരുടെ ഈ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞിനെയും അവരുടെ അമ്മയെയും അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ പറയണം? അവരെ പറയേണ്ട ആവശ്യം എന്താണ്? ഇനി ഭർത്താവിനെ പറഞ്ഞു എന്ന് വച്ചാൽ പോലും ബാക്കിയുള്ളവരെ എന്തിനു പറയണം? അതിൻ്റെ അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? ഭർത്താവിനെ പോലും പറയേണ്ട കാര്യമില്ല. എന്നാലും അഥവാ നിങ്ങൾ ഭർത്താവിനെ പറഞ്ഞു എന്ന് വെച്ചോ, ഓക്കെ, ഭർത്താവിനെ പറഞ്ഞു. കാരണം പലരും പറയും, അയാളൊരു വാഴയായിട്ടാണ് അവളിങ്ങനെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പോലും പറയേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങനെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെയും അവരുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ പറയുന്നത്? ഈ ലോകത്ത് എത്രയോ മാന്യമായിട്ട് ജീവിക്കാത്ത ആളുകളുണ്ട്. സിനിമാ താരങ്ങളെ എന്ന് നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? മെമ്പർഷിപ്പ് ലൈവിന് ഓക്കെ, ഞാൻ എതിരാണ്, 100% എതിര് തന്നെയാണ്. പക്ഷേ സെലിബ്രിറ്റീസിനെ, സിനിമാ താരങ്ങളെ നിങ്ങൾ എന്താണ് പറയാത്തത്? അവരെ നിങ്ങൾ എന്താണ് വിമർശിക്കാത്തത്? ഈ പറയുന്ന ഹണി റോസിനെ തന്നെ ഇപ്പോൾ ബോച്ചയുടെ പ്രശ്നം വന്നതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും വിമർശിച്ചത്? അതുപോലെ തന്നെ പറയാനാണെങ്കിൽ അമല പോളിനെ നിങ്ങൾ എന്താ സിനിമയിൽ വിമർശിക്കാത്തത്? അതുപോലെ അഭിനയിക്കുന്ന എത്ര നടികളുണ്ട്. നിങ്ങൾക്ക് അവരെ ആരെയും വിമർശിക്കണ്ടേ? അപ്പോൾ ഇവരൊരു യൂട്യൂബർ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇവരെ തന്നെ ഇങ്ങനെ വട്ടം കൂടി പിടിച്ച് വെച്ചിട്ട് വിമർശിക്കാനായിട്ട് നിൽക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ഞാൻ 100% ഞാൻ ഇവർക്കൊപ്പാണ് നിൽക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഹണി റോസ് വന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ ബോച്ച ആരാണെന്നോ ബോച്ചയുടെ സ്റ്റാൻഡ് എന്താണെന്നോ പോലും നോക്കാതെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എതിരെ ഒരു ക്രിമിനൽസിനെ കൊണ്ടുപോയതുപോലെ അദ്ദേഹത്തെ കൊണ്ടുപോയി. പെട്ടെന്ന് ടക്കന നടപടി ഉണ്ടായി. ഇന്നും അദ്ദേഹം ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ പിന്നെ 25 ദിവസമായി ഈ നിമിഷ എന്ന് പറയുന്ന സ്ത്രീ പരാതി കൊടുത്തിട്ട്, എന്നിട്ട് ഇതുവരെയും ഇവർക്ക് അതിന് അനുകൂലമായൊരു വിധി വരാഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ കേരള പോലീസിന് വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കഴിക്കും, വേണ്ടാന്ന് വിചാരിച്ചാൽ വേണ്ട തന്നെ. അത് ശരിയല്ല. ഇത് കേരളമല്ലേ? ഇവിടെ എല്ലാവർക്കും ഒരുപോലെയല്ലേ നീതി കിട്ടേണ്ടത്? ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, സ്ത്രീകളുടെ സ്ത്രീകളുടെ പരാതികളെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കുമെന്നും സ്ത്രീകളുടെ പരാതികൾക്ക് ഉടനടി നടപടിയെടുക്കുമെന്നും കർശനമായ ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് നാളെ അവർ ആ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്നും അവരിൽ റെസിപ്റ്റൊക്കെ ഉണ്ട്, അവർ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ. എന്നിട്ട് അവിടെ ചെന്നിരുന്ന് അവർക്ക് എതിരെ അവർക്ക് നീതി കിട്ടുന്നത് വരെ അവരവിടെ തന്നെ പോയിരുന്നു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരു കണക്കിന് നമ്മളിപ്പോൾ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം, നിങ്ങളുടെ വീഡിയോ വളരെ മോശമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സാണ് മോശമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സാണ് മോശം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയം കൊള്ളില്ലെങ്കിൽ നിങ്ങളുടെ അഭിനയം കൊള്ളില്ല, നിങ്ങളുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ആ ഒരു തെറ്റുകളൊക്കെ വരുവാണെങ്കിൽ അതവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതവർക്ക് കൺട്രോൾ ചെയ്ത് ലെവലാക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതല്ലാതെ ഇങ്ങോട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് ആരടി അധികാരം തന്നത് ഇങ്ങനെ കാണിക്കാൻ, ഡൂഷ് നിൻ്റെ അച്ഛൻ അങ്ങനെ, നിൻ്റെ അമ്മ ഇങ്ങനെ, നിൻ്റെ ഉമ്മ ഇങ്ങനെ, ഉപ്പ ഇങ്ങനെ എന്നൊക്കെ പറയേണ്ട ഒരു അധികാരവും ആർക്കും ഇല്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്തൂടെ? ഇപ്പോൾ എൻ്റെ വീഡിയോ പോലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, തൻ്റെ വീഡിയോ ഒട്ടും കൊള്ളില്ല, നീ നിർത്തിപ്പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞാലും കേൾക്കാൻ കൊള്ളാം.
അതല്ലാത്ത പക്ഷം പറയാനും ബോഡി ഷേമിങ് ചെയ്യാനൊക്കെ ആരാണ് മറ്റുള്ളവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? താല്പര്യമില്ലാത്തവർ വച്ചിട്ട് പോടെ, അവരുടെ ചാനൽ കാണണ്ട. മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, ഇവരും മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ തലമുറ കൂടുതൽ കൂടുതൽ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ മെമ്പർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു പങ്ക് ഇവരും വഹിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ നിമിഷയ്ക്കൊപ്പമാണ്, നിമിഷയ്ക്കൊപ്പം തന്നെയാണ്. കാരണം നിമിഷയ്ക്ക് നീതി കിട്ടണം. ഹണി റോസിന് നീതി കിട്ടുമെങ്കിൽ നിമിഷയ്ക്കും കിട്ടണം നീതി. നാളെ ഇത് നമുക്ക് ഓരോരുത്തർക്കും വരുന്ന പാഠമാണ്. നമ്മളങ്ങനെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. നിമിഷയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തന്നെ, നമ്മളും വലിയ ഫേമസ് ഒന്നും അല്ലെങ്കിൽ നമ്മളും കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കുട്ടി യൂട്യൂബറാണ് നമ്മളും. അപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം ഒരു മേഖല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ വഴി വേറെ, എൻ്റെ റൂട്ട് വേറെ. എന്നാലും നമ്മളെല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരാൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ ആളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിമിഷയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നിമിഷയോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് നിമിഷ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി, നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് അതങ്ങ് ഒഴിവാക്കുക. ഞാൻ നിങ്ങളുടെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടിട്ടൊന്നുമില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് പൈസ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു തലമുറയുണ്ട്, അവർക്ക് മാനക്കേടുള്ള രീതിയിൽ നമ്മൾ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. ആത്മാഭിമാനമായിരിക്കണം എല്ലാത്തിനേക്കാളും വലുത്. ഇത് ഞാനൊരു സ്വന്തം ചേച്ചി പറയുന്നതായിട്ട് കണക്കാക്കിയാൽ മതി, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങളുടെ ഈ മെമ്പർഷിപ്പ് ലൈവ് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ വീഡിയോകളൊക്കെ അടിപൊളിയാണ്, നിങ്ങളുടെ അവതരണം നല്ലതാണ്, നിങ്ങളുടെ പാട്ടുകൾ നല്ലതാണ്, നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യും, ഇതൊക്കെ സൂപ്പറാണ്, 100% അടിപൊളിയാണ് കാണാൻ. പക്ഷേ നിങ്ങളെ കാണാനും നല്ല ലുക്കാണ്, നിങ്ങൾ ഏത് ഡ്രസ്സിലും അടിപൊളിയാണ്. അപ്പോൾ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ, എന്നാൽ നിങ്ങൾ മാന്യതയില്ലാത്തവളാണെന്ന് ഞാൻ പറയുകയല്ല. കുട്ടികൾക്കൊക്കെ എപ്പോഴും റോൾ മോഡൽ ആവേണ്ടത് അമ്മയും അച്ഛനുമാണ്. അത് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിമിഷയ്ക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 100% നിമിഷയ്ക്കൊപ്പമാണ്. സഹോദരിക്ക് നീതി കിട്ടട്ടെ. നീതി കിട്ടുന്നത് വരെ ഇതിനു വേണ്ടിയിട്ട് പോരാടുക. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ് ചെയ്യാതെ കാണുന്ന കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. നമസ്തേ.